ഹലോ ഗൈസ്, ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ് ആണ്. ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ് ആർ യൂസ്ഡ് ടു വിഷ്വലൈസ് ദി ടോപ്പോളജി ഓഫ് ദി ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ സിസ്റ്റം. എന്ന് വെച്ചാൽ ഫിസിക്കൽ കമ്പോണൻസ് ഒരു സിസ്റ്റത്തിലെ ഫിസിക്കൽ കമ്പോണൻസിനെ ടോപ്പോളജി രീതിയിൽ വിഷ്വലൈസ് ചെയ്യുന്ന ഡയഗ്രാമാണ് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ്. ഡിപ്ലോയ്മെൻറ്റ് മീൻസ് ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിന്യസിക്കുക, അങ്ങനെ ഒരു അർത്ഥമാണ് എന്ത് ഡിപ്ലോയ്മെൻറ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, വിന്യാസം ഒക്കെയാണ് ഡിപ്ലോയ്മെൻറ്റിൻ്റെ അർത്ഥം. ആ പേരിൽ തന്നെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഈ ഡയഗ്രാംസിൻ്റെ കാര്യങ്ങൾ. Deployment diagrams are used to describe the static deployment view of a system. Static deployment view of a system deployment diagram യൂസ് ചെയ്യുന്നുണ്ട്. ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസിൽ നോഡ്സ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്. നോഡ്സ് എന്തിനാ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ റിലേഷൻഷിപ്പ് ഇതാക്കാനും വേണ്ടിയാണ് നോഡ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റേറ്റ് ചാർട്ട് ഡയഗ്രാംസ് ഒക്കെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിരുന്നു, പക്ഷേ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഹാർഡ്വെയർ റിലേറ്റഡ് ആണ് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം. അടുത്ത് നോക്കുക പർപ്പസ്. ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാമത്തിൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കുക. ദി ടേം ഡിപ്ലോയ്മെൻറ്റ് ഇറ്റ്സെൽഫ് ഡിസ്ക്രൈബ് ദി പർപ്പസ് ഓഫ് ദി ഡയഗ്രാം. ഈ ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പർപ്പസ്. ഡിപ്ലോയ്മെൻറ്റ് പറഞ്ഞാൽ വിന്യസിക്കുക ഒക്കെയാണ്. ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി ഹാർഡ്വെയർ കമ്പോണൻസ്. ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ് യൂസ് ചെയ്തിരിക്കുന്നത് ഹാർഡ്വെയർ കമ്പോണൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ്. വെൽ സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആർ ഡിപ്ലോയിഡ്. അതേപോലത്തെ സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഡിപ്ലോയിഡ് ചെയ്തിട്ടുണ്ട്. കമ്പോണൻസ് ഡയഗ്രാംസ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. കമ്പോണൻറ്റ് ഡയഗ്രാമും അതേപോലെ തന്നെ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാമും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, കമ്പോണൻറ്റ് ഡയഗ്രാംസ് ആർ യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി കമ്പോണൻസ്. കമ്പോണൻറ്റ് ഡയഗ്രാംസ് യൂസ് ചെയ്തിരിക്കുന്നത് കമ്പോണൻസ് ഡിസ്ക്രൈബ് ചെയ്യാനാണ്. അതേപോലെ തന്നെ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ് ഷോൺ ഹൗ ദേ ആർ ഡിപ്ലോയ്ഡ് ഇൻ ഹാർഡ്വെയർ. ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ് ഷോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാർഡ്വെയർ എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്, ഹാർഡ്വെയർ ഡിപ്ലോയ്ഡ് ചെയ്തതാണ് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാമത്തിൽ കൂടെ ഷോ ചെയ്യുന്നത്. ഓക്കെ, UML യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ്. UML is mainly designed to focus on the software artifact of the system. UML ഡയഗ്രാം മെയിൻലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോഫ്റ്റ്വെയർ സൈഡാണ്. UML ഡയഗ്രാംസിലെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അധികം കോമൺലി മോസ്റ്റ്ലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് സോഫ്റ്റ്വെയർ സൈഡാണ്. ബട്ട് ദി ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം അതേപോലെ തന്നെ കമ്പോണൻറ്റ് ഡയഗ്രാം ഫോക്കസ് ചെയ്യുന്ന ഹാർഡ്വെയർ സൈഡാണ്. ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആണ് ഇതിൽ എന്ത് ചെയ്യുന്നത് ഈ ഡയഗ്രത്തിൽ മെയിൻലി ഫോക്കസ് ചെയ്യണത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഹൗവർ ദീസ് ടു ഡയഗ്രാംസ് ആർ സ്പെഷ്യൽ diagrams used to focus on software and hardware components. Okay, most of the UML diagrams are used to handle logical components. Most of the UML diagrams ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആണ്. ബട്ട് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ് ആർ മെയ്ഡ് ടു ഫോക്കസ് ഓൺ ഹാർഡ്വെയർ ടോപ്പോളജി ഓഫ് ദി സിസ്റ്റം. പക്ഷേ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹാർഡ്വെയർ ടോപ്പോളജി, ഒരു സിസ്റ്റത്തിൻ്റെ ഹാർഡ്വെയർ ടോപ്പോളജിക്കാണ് അത് എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ് ആർ യൂസ്ഡ് ബൈ ദി സിസ്റ്റം എഞ്ചിനീയർ. ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നത് സിസ്റ്റം എഞ്ചിനീയേഴ്സൊക്കെയാണ് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ് കോമൺലി യൂസ് ചെയ്യുന്നത്. അടുത്ത് നോക്കുക. ദി പർപ്പസ് ഓഫ് ദി ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ്. ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസിൻ്റെ പർപ്പസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ വിഷ്വലൈസ് ദി ഹാർഡ്വെയർ ടോപ്പോളജി ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ഹാർഡ്വെയർ ടോപ്പോളജി വിഷ്വലൈസ് ചെയ്യാൻ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഡിസ്ക്രൈബ് ദി ഹാർഡ്വെയർ കമ്പോണൻസ് യൂസ്ഡ് ബൈ ഡിപ്ലോയ് സോഫ്റ്റ്വെയർ കമ്പോണൻസ്. ഹാർഡ്വെയർ കമ്പോണൻസിൽ എങ്ങനെ സോഫ്റ്റ്വെയർ കമ്പോണൻസ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നു എന്ന് കാണിക്കാനും ഡിസ്ക്രൈബ് ചെയ്യാനും ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിസ്ക്രൈബ് ദി റൺ ടൈം പ്രോസസ്സിംഗ് നോഡ് ഡിസ്ക്രൈബ് ചെയ്യാനും ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത്
ഹൗ ടു ഡ്രോ എ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രം. ഒരു ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രം എങ്ങനെ വരക്കാം, എങ്ങനെ ഡ്രോ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രം റെപ്രസെൻറ്റ് ദി ഡിപ്ലോയ്മെൻറ്റ് വ്യൂ ഓഫ് ദി സിസ്റ്റം. ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിപ്ലോയ്മെൻറ്റ് വ്യൂ ഓഫ് എ സിസ്റ്റം. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി components diagram because the components are deployed using the deployment diagram. A deployment diagram consists of nodes. Deployment diagram till nodes, and nodes are nothing but physical hardware used to deploy the application. Nodes എന്ന് വെച്ചാൽ ഫിസിക്കൽ ഹാർഡ്വെയർ യൂസർ ടു ഒരു ഫിസിക്കൽ ഹാർഡ്വെയർ ആണ് നോഡ്. അത് ഡിപ്ലോയ് ചെയ്ത ആപ്ലിക്കേഷനിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം ആർ യൂസ്ഫുൾ ഫോർ സിസ്റ്റം എഞ്ചിനീയർ. ഡിപ്ലോയ്മെൻറ്റ് അത് നമ്മൾ മേലെ പറഞ്ഞതാണ്. ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം സിസ്റ്റം എഞ്ചിനീയേഴ്സിനൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. ആൻഡ് എഫിഷ്യൻറ്റ് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഇറ്റ് കൺട്രോൾ ദി ഫോളോയിങ് പാരാമീറ്റേഴ്സ്. ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ട്. അതാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഒന്നാമത്തെ പെർഫോമൻസ് ആണ്. ഒന്നാമത്തെയാണ് പെർഫോമൻസ് പറഞ്ഞാൽ പെർഫോമൻസ്, പിന്നെ സ്കാലബിലിറ്റി, പിന്നെ മെയിൻറ്റൈനബിലിറ്റി, പോർട്ടബിലിറ്റി. പെർഫോമൻസ്, സ്കാലബിലിറ്റി, മെയിൻറ്റൈനബിലിറ്റി, പോർട്ടബിലിറ്റി, അതൊക്കെയാണ് ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്. ഇനി അടുത്ത് നോക്കുക. ബിഫോർ ഡ്രോയിങ് എ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം. ഒരു ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നതിന് മുന്നേ മുന്നേ ശ്രദ്ധിക്കേണ്ട, ഐഡൻറ്റിഫൈ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ നോഡ്സ് ആണ്, രണ്ടാമത്തെ റിലേഷൻഷിപ്പ് എമോങ് നോഡ്സ്. രണ്ട് നോഡ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. പിന്നെ അടുത്തൊരു ഡയഗ്രാം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഒരു ഡയഗ്രാം. Following is a simple deployment diagram to provide an idea of the deployment view of the order management system. ഒരു ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാമാണ് താഴത്ത് കാണിച്ചിരിക്കുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നോഡ്സ്, മോണിറ്റർ, മോഡം, ക്യാച്ചിങ് സെർവർ അതൊക്കെ ഉണ്ട്. ഓക്കെ, അതിൽ നോഡ് എന്തെന്ന് വെച്ചാൽ സെർവറും ക്യാച്ചിങ് സെർവറും, അതാണ് മെയിനായിട്ട് നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കാം. ദി ആപ്ലിക്കേഷൻ ഈസ് അസ്യൂമഡ് ടു ബി എ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ. ഇതൊരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. എന്ന് വെച്ചാൽ ഒരു ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റം, ഒരു ഓർഡർ ചെയ്യുന്നതിന് അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്നുള്ള സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, which is deployed in a clustered environment using server 1, server 2, server 3. The user connected to the application using the internet. This control flow from the caching server is to clustered environment. എന്താണെന്ന് വെച്ചാൽ യൂസർ എന്ത് ചെയ്യും, മോണിറ്റർ കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഓർഡർ ചെയ്യുകയാണ്. അപ്പം മോഡവും കമ്പ്യൂട്ടറും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. കമ്പ്യൂട്ടറും മോഡം എന്ത് ചെയ്യും, ഇൻ്റർനെറ്റ് ആയിട്ടാണ്ട് ബന്ധിപ്പിക്കും. ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാണ് മോഡത്തിൻ്റെ പരിപാടി. യൂസറിന് മോണിറ്റർ വഴി യൂസറിന് എന്ത് ചെയ്യും, ഷോ ചെയ്യും. യൂസർ എന്ത് ചെയ്യും, ഓർഡർ ചെയ്യാൻ കണക്ഷൻ ഇങ്ങനെ മോഡത്തുകൂടെ ഇൻ്റർനെറ്റ് ആയിട്ടുണ്ട് ഒരു കണക്ഷൻ കിട്ടി. ഇൻ്റർനെറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ക്യാച്ചിങ് സെർവർ ഉണ്ടാവും. ക്യാച്ചിങ് സെർവറിന് എന്ത് ചെയ്യുന്നുണ്ടാവും, കുറേ 3 സെർവേഴ്സ് ഉണ്ടാവും. അങ്ങനെയാണ് ഇത് നടക്കുന്നത്. ഈ ക്യാച്ചിങ് സെർവറിനൊക്കെ പറയുന്നതാണ് നോഡ്സാണ്. ക്യാച്ചിങ് സെർവറും അതേപോലെ തന്നെ സെർവേഴ്സൊക്കെ, അതൊക്കെ നോഡ്സാണ്. ഇവിടെ ഇങ്ങനെ നടക്കുന്നത് വെച്ചാൽ യൂസർ മോണിറ്റർ കമ്പ്യൂട്ടർ യൂസ് വെച്ചുകൊണ്ട് ഒരു ഓർഡർ ചെയ്യുകയാണ്. ആ കമ്പ്യൂട്ടർ മോണിറ്ററും ഇൻ്റർനെറ്റും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു മോഡ് ഉണ്ടാവും. ഓക്കെ, ഈ ഇൻ്റർനെറ്റും സെർവറും തമ്മിൽ കണക്ഷന് ക്യാച്ചിങ് സെർവർ ഉണ്ടാവും. അതാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഇങ്ങനെയാണ് എന്ത് ചെയ്യണത്, ഇവിടെ ഓർഡർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാമാണ് ഈ കാണുന്നത്. ഇതൊരു ഹാർഡ്വെയർ കമ്പോണൻ്റ് ആണ്. ഉള്ളിൽ നടക്കുന്ന ഒരു ഹാർഡ്വെയർ കമ്പോണൻസ് ആണ്. ഫിസിക്കൽ ടോപ്പോളജിയാണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് വേർ ടു യൂസ് എ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം. ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ് എവിടേക്ക് യൂസ് ചെയ്യുന്നത് മേലെ പറഞ്ഞതാണ് ചിലതെല്ലാം.
നമുക്ക് നോക്കാം എവിടേക്കാണ് ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നതെന്ന്. ടു മോഡൽ ദി ഹാർഡ്വെയർ ടോപ്പോളജി ഓഫ് എ സിസ്റ്റം. ഹാർഡ്വെയർ ടോപ്പോളജി, സിസ്റ്റത്തിൻ്റെ ഹാർഡ്വെയർ ടോപ്പോളജി മോഡൽ ചെയ്യാൻ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. ടു മോഡൽ ദി എംബഡഡ് സിസ്റ്റം, എംബഡഡ് സിസ്റ്റത്തിൽ മോഡൽ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ടു മോഡൽ ദി ഹാർഡ്വെയർ ഡീറ്റെയിൽ ഓഫ് ദി ക്ലയൻറ്റ് സർവർ സിസ്റ്റം. ക്ലയൻറ്റ് സിസ്റ്റത്തിൻ്റെ ഹാർഡ്വെയർ ഡീറ്റെയിൽസിൽ മോഡൽ ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാംസ് യൂസ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ ടു മോഡൽ ദി ഹാർഡ്വെയർ ഡീറ്റെയിൽ ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻ്റെ ഹാർഡ്വെയർ ഡീറ്റെയിൽ മോഡൽ ചെയ്യാൻ എന്ത് ചെയ്യാൻ ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റത്തെ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് എഞ്ചിനീയറിംഗിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്ലോയ്മെൻറ്റ് ഡയഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.